വീണ്ടും ഒരു ഗുരുവായൂർ ഏകാദശി. സോ രാവിലെ 5 മണിക്ക് ഇനി പുലർച്ചെ നീറ്റിട്ട് പല്ല് തേച്ചു, ദെൻ കുളിക്കാൻ പോയി, കുളിച്ചിട്ട് വന്നു. എനിക്ക് എല്ലാ ദൈവങ്ങളേക്കാൾ ഒരുപടി കൂടുതലാണ് ഗുരുവായൂരപ്പനോടുള്ള ഇഷ്ടം. സോ ആളുടെ സ്പെഷ്യൽ ഡേ എന്ന് പറയുമ്പോൾ എനിക്കൊരു സ്പെഷ്യൽ ഡേ ആണ്. അതുകൊണ്ട് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ ഒരു പായസം ഉണ്ടാക്കുന്നത്. അത് ഗുരുവായൂരപ്പന് വേണ്ടിയെന്ന് പറയുമ്പോൾ അത്രയും സന്തോഷം. കഴിഞ്ഞ വർഷം ഏകാദശി എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അതൊരു പ്രോപ്പർ വേ ആയിരുന്നില്ല. കാരണം ഞാൻ എൻ്റെ വീട്ടിലല്ലായിരുന്നു. ഇപ്രാവശ്യം എടുത്ത ഏകാദശി അതെൻ്റെ മനസ്സിന് അടിപൊളി സാറ്റിസ്ഫാക്ഷൻ തന്നിട്ടുണ്ട്. ഉണ്ടാക്കിയ പായസം ഗുരുവായൂരപ്പന് ഇഷ്ടമായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ വിളക്ക് വെച്ചതിൻ്റെ ശേഷം ഞാൻ അമ്പലത്തിൽ പോകാൻ റെഡിയായി കേട്ടോ. നമ്മളെപ്പോഴും പോകാറുള്ള അമ്പലത്തേക്കാണ് പോയത്. പിന്നെ അവിടുന്ന് തൊഴുതു ഇറങ്ങി. പിന്നെ വീട്ടിൽ വന്നതിൻ്റെ ശേഷം ഞാൻ ആദ്യം പായസം കുടിച്ചു. രാവിലെ ഒരു 9 മണിയാകുമ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഇളനീര് കുടിച്ചു. പിന്നെ ഉച്ചയ്ക്ക് ഞാൻ തന്നെ ഉണ്ടാക്കി ഗോതമ്പുണ്ടിൽ എന്തോ സാധനം കഴിച്ചു. അത് കഴിഞ്ഞ് വൈകുന്നേരം മേല് കഴുകി. പിന്നെ സച്ച് വിളക്ക് വെച്ചത് അവനെ ട്യൂഷന് ഉണ്ടാക്കി. രാത്രി ഒരു ചപ്പാത്തി കഴിച്ചു. പിന്നെ കിടന്നുറങ്ങാൻ പോവാം.